പൈൻകുറ്റി എന്ന് പറഞ്ഞാൽ മുത്തപ്പൻ്റെ പ്രധാന നിവേദ്യം ഇതിനാണ് ഈ പൈൻകുറ്റി എന്ന് പറയുക. പൈൻകുറ്റി വെക്കുന്നത് വെച്ചാൽ നമ്മളെ മുത്തപ്പൻ്റെ കൽക്കാർ ഇങ്ങനെ ആദ്യം കൊടുത്തു എന്ന് പറയുന്നത് ചന്ദൻ്റെ ഭാര്യ ചക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ചന്ദൻ്റെ ഭാര്യ ചന്ദന ഏറാൻ വേണ്ടിയിട്ട് പോയ ചന്ദൻ പിന്നെ പലര മുകളിൽ മുത്തപ്പനെ കണ്ടു തോന്നുന്നു. ആര് കള്ളൻ്റെ കള്ള് എടുത്ത് കുടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ തായില്ല ആ ബില്ലും ഷെയർ കൊടുത്തിട്ട് ചന്ദൻ മുത്തപ്പനെ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ചന്ദന കല്ലായി മറിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചന്ദന അങ്ങനെ കല്ലായി മറിച്ച ശേഷം ചന്ദന അന്വേഷിച്ചിട്ട് ഈ ചന്ദൻ്റെ ഭാര്യ പോയിരുന്നു. അപ്പം ചന്ദൻ്റെ ഭാര്യ അന്വേഷിച്ച് പോയ ശേഷം അങ്ങനെ ചന്ദന കല്ലായിട്ട് മറിഞ്ഞ് കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പലര മുകളിൽ ഒരു രൂപം കണ്ടു. അങ്ങനെ മുത്തപ്പ എന്ന് വിളിക്കുന്നു. അങ്ങനെ എൻ്റെ ചന്ദന പഴയ പോലെ ആക്കി തന്നാലൊരു പൈൻകുറ്റി, പിന്നെ അകത്തൊരു അകപൂജ, പുറത്ത് വെള്ളാട്ടം ഞാൻ തരുവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ മുത്തപ്പന് കൊടുത്ത ആദ്യത്തെ പ്രസാദം എന്ന് പറയുന്നത് ഈ പൈൻകുറ്റി എന്ന് പറയുന്ന സാധനം. അതായത് ഈ പൈൻകുറ്റി എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ വറുത്ത് മുഴുങ്ങിയ പിന്നെ പഞ്ചങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ. അതിൽ പിന്നെ പയർ, ചെറുപയർ, വൻപയർ, പിന്നെ കടല, തോര, അങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ പഞ്ചങ്ങൾ. പിന്നെ മുതിരയെല്ലാം ഉണ്ട്, പക്ഷേ മുതിരയും ഉഴുന്ന് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഉഴുന്നും അങ്ങനെ വെക്കുന്നത് അങ്ങനെയായിട്ട് അറിയില്ല, മുതിരയും അങ്ങനെ വെക്കുന്നതായിട്ട് അറിയില്ല. പക്ഷേ എല്ലാം കൂടിയിട്ട് വെക്കുന്നത് ചില സ്ഥലമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് വെക്കൽ കടല, പയർ, വൻപയർ, ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ നിവേദ്യമായിട്ട് വെക്കൽ. അപ്പോൾ പിന്നെ ഈ പയർ വറുത്ത് പൊങ്ങിയ പയറും അതിങ്ങനെ പൊങ്ങിച്ച് വെക്കുക എന്നാണ് പറയല്. അത് പിന്നെ അതിൽ തേങ്ങ പൂള്, പിന്നെ ഉണക്ക മത്സ്യമല്ല, പച്ച മത്സ്യമാണ്. അത് ചുട്ട് വെക്കലാണ്. ഉണക്ക മത്സ്യമാണ് ഇപ്പോൾ കൂടുതലായിട്ട് വെക്കൽ. പച്ച മീനുണ്ടെങ്കിൽ അത് ചുട്ടിട്ട് വെക്കും. പിന്നെ അതിലപ്പുറം ചിലയിടത്ത് എന്തെങ്കിലും നായാട്ട് സംഭവത്തിലുണ്ടെങ്കിൽ എല്ലാ ഇറച്ചിയൊക്കെ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ പ്രധാനമായിട്ട് കള്ളും ആണ് ഈ ചന്ദന് കൊടുത്ത് എതിരി വെച്ച കള്ള് ആണ് നിവേദ്യമായിട്ട് പ്രധാനമായിട്ട് കൊടുക്കുക. പിന്നെ അതിനപ്പുറത്ത് കള്ളിൻ്റെ ഒപ്പം റാക്ക് എന്ന് പറയുന്ന സാധനം കൊടുക്കും. അതിപ്പോൾ അങ്ങനെ ചെയ്യും. അത് നിർബന്ധമില്ല, കള്ള് ആണ് പൈൻകുറ്റിക്ക് നിർബന്ധമായിട്ട് കൊടുക്കുന്ന സാധനം. അതാണ് ഈ പൈൻകുറ്റി എന്ന് പറഞ്ഞ സാധനം. അത് ചന്ദൻ്റെ ഭാര്യ ആണ് ആദ്യം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയാക്കി കൊടുത്തു എന്ന് പറയുന്നത്. അത് ഓരോ തറവാട്ടിൽ ഉള്ള ആൾക്കാർക്ക് അതിന് അധികാരപ്പെട്ടിട്ടുണ്ട്. തീയ സമുദായത്തിൽപ്പെട്ടവരും മണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർക്കും ആണ് അതിൻ്റെ പൈൻകുറ്റി ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതലുള്ളത്. അങ്ങനെ അതിലപ്പുറത്ത് പിന്നെ കുന്നുതൂർപ്പാടിയിലായാലും അവരെ പ്രത്യേക ഒരു സമുദായമുണ്ട്. അവരെ ദൈവം ആളടിയാന്ന് വിളിക്കല്, അവരാണ് അവിടെ ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മളെ തീയ സമുദായത്തിലുള്ളവർ, മണ്ണാൻ സമുദായത്തിലുള്ളവർ, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഈ പൈൻകുറ്റിയൊക്കെ ചെയ്യൽ. അങ്ങനെ ഓരോ ചില സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ പിന്നെ ഈ കാവ് തീയ സമുദായത്തിൽപ്പെട്ടവർ ചെയ്യുന്ന അവരെ മടപ്പുരയുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അറിയില്ല, കണ്ടില്ല. അങ്ങനെയുള്ള സമുദായത്തിലുള്ളവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യാറില്ല. ഓരോ പ്രധാനപ്പെട്ട അവരുടെ ക്ഷേത്രങ്ങളിലും ആണ് അവർ ചെയ്യൽ. ഇപ്പോൾ മടപ്പുരകളിൽ ഇപ്പോൾ കുന്നത്തൂർപ്പാടി, ഉരുളമല അങ്ങനെയുള്ള മടപ്പുരകളിലും ഈ ആളടിയാൻ എന്ന് പറയുന്ന അവർ ചെയ്യും. മടപ്പുരകളിൽ കൂടുതലും തീയ സമുദായത്തിൽപ്പെട്ട മടയന്മാർ അല്ലെങ്കിൽ ആളന്മാരന്മാർ ചെയ്യും. വീടുകളിൽ ഒക്കെ കൂടുതലും ചെയ്യൽ ഈ മണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ പൈൻകുറ്റി ചെയ്യുക. അതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇത് ആധികാരികമായിട്ട് പറയുന്നതല്ല, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, കേട്ടറിവ് വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം അതാണ്.